അതിശക്തമായ മഴ തുടരുന്ന സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരിച്ചു. അമ്മാളം കുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ചെറായി തൃക്കടാപ്പള്ളിയിൽ വഞ്ചി മുങ്ങി കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. ചെറായി സ്വദേശി നിഖിലസ് മുരളിയാണ് കാണാതായത്. ശക്തമായ കാറ്റിൽ മരം വീണതോടെ പലയിടത്തും വീടുകൾ തകരുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തി ആനന്ദേശ്വരത്ത് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 85 വയസ്സുള്ള അമ്മുക്കുട്ടിയും മകൻ അനിൽകുമാറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെമ്പായത്തും മരം വീണ് വീട് തകർന്നു. തേക്കട കാരംകോട് ബീനയുടെ വീടാണ് തകർന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ, നെടുമങ്ങാട് തുടങ്ങിയ ഇടങ്ങളിൽ ഇന്നലെ വൈകുന്നേരം തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും ആയിട്ടില്ല. പത്തനംതിട്ട ജില്ലയിൽ 150 ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. 18 വീടുകൾ ഭാഗികമായി തകർന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചെങ്കിലും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. പുറക്കാട്, തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലകൾ വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. രാവിലെ 5:55 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 8:45 പുറപ്പെട്ടത്. ഗുരുവായൂർ, തിരുവനന്തപുരം ഇന്റർസിറ്റിയും വൈകിയാണ് ഓടുന്നത്. ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. അതേസമയം ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചെർക്കളയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഇതോടെ ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. മേഖലയിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം എറണാകുളത്തേക്കാണ് പോകുന്നത്. നവമി ദിനേശ് ഉണ്ട്. നവമി, എന്താണ് മഴ ഇപ്പോഴും അവിടെ ശക്തമായി തുടരുന്ന സാഹചര്യമാണോ? ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, പക്ഷേ എന്താണ് പൊതുവിലുള്ള ഒരു സാഹചര്യം? ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം മൂവാറ്റുപുഴയാറിന്റെ ജലനിരപ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നില പിന്നിട്ടു എന്നുകൂടി അറിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ 4, 5, 6 എന്നീ ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി നിജപ്പെടുത്തി പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായാൽ എത്രയും വേഗം ആ സ്ഥലം വിട്ട് മാറണം, അധികൃതരെ അറിയിക്കണം എന്നീ മുന്നറിയിപ്പുകൾ കൂടി തീരദേശത്തുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. മഴ ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് തോർന്നു നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നഗരത്തിൽ പലയിടങ്ങളിലും വലിയ ഗതാഗത കുരുക്കൊക്കെയാണ് ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. ദേശീയപാത നിർമ്മാണം കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം ഭാഗത്ത് വരെയൊക്കെ വലിയ ഗതാഗത കുരുക്കാണ് ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. റോഡിലെ കുഴിയും വെള്ളക്കെട്ടുമൊക്കെ ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള പോക്കാണെന്ന റിപ്പോർട്ട് കൂടി ലഭ്യമാകുന്നുണ്ട്. അതിനിടയിൽ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കൂത്താട്ടുകുളത്ത് തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മരം വീണ് ഒരു വൃദ്ധ മരിച്ചിട്ടുണ്ട്. തിരുമാറാടി സ്വദേശി അന്നക്കുട്ടിയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയായിരുന്നു അന്നക്കുട്ടി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം റബ്ബർ മരവും പറമ്പിൽ നിന്ന് റബ്ബർ മരവും വട്ടമരവും ദേഹത്തേക്ക് വീണ് മരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏറെ ദുഃഖം ഉള്ള ഒരു വാർത്ത കൂടിയാണ്. ഈ
മരങ്ങൾ കടപുഴകി വീഴുന്നത് മൂലം വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയും കാലടി ഭാഗത്തൊക്കെ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരും കാൽനട യാത്രക്കാരും ഒക്കെ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ചെറായിൽ ഈ മീൻ പിടിക്കാൻ പോയ യുവാവ് വഞ്ചി മുങ്ങി കാണാതായിട്ടുണ്ട്. ആ യുവാവിനായിട്ടുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട്. ചെറായി സ്വദേശി നിഖിലസ് മുരളിയാണ് കാണാതെ ആയത്. ഒപ്പം ഉണ്ടായിരുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തി. പക്ഷേ നിഖിലിനെ കാണാതാകുന്ന ഒരു സാഹചര്യമായിരുന്നു. ശക്തമായ കാറ്റും മഴയുമാണ് ഇങ്ങനെ വഞ്ചി മുങ്ങാൻ കാരണമെന്നാണ് അറിയുന്നത്. ഇയാൾക്കായി നിഖിലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുമൊക്കെ തുടരുകയാണ്. എത്രമാത്രം ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പോകരുതെന്നുള്ളൊരു നിർദ്ദേശം നൽകിയാൽ കൂടിയും ആളുകൾ അത് കേൾക്കാതെ പോയി അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം ആവർത്തിച്ചു വരികയാണ്. ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ജില്ലാ ഭരണകൂടവും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണമാലിയിലൊക്കെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേലിയേറ്റ സമയം കൂടി ആയതിനാൽ വലിയ ഉയർന്ന തിരമാലകൾ ഉണ്ടാകും. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ കായലിലായാലും മീൻ പിടിക്കാൻ ചെറുവഞ്ചികളിലൊക്കെ പോകുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും അവഗണിച്ചുകൊണ്ട് ആളുകൾ പോയി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്നും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് അറിയുന്നത്. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് എറണാകുളം ജില്ലയിലെ സാഹചര്യം പറഞ്ഞു തന്നത്.